ഹലോ. രാത്രിയിൽ ഇനി 2 മണി 3 മണി വരെയൊക്കെ ഞാൻ സുഖമായിട്ട് ഉറങ്ങാതിരിക്കും കേട്ടോ. പക്ഷെ രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയുള്ള ആളാട്ടോ ഞാൻ. ഇവന് സ്കൂളിലുള്ള സമയങ്ങളിൽ എന്തായാലും എഴുന്നേറ്റ് പറ്റുള്ളൂ. 7:35 ആകുമ്പത്തേനും വീട്ടിൽ നിന്ന് പോകണം കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ഡാരിസ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാട്ടോ പോകുന്നത്. ഇപ്പൊ കെവിന് വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ ഞാൻ ഡാരിസിന് മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളൂ. ഡാരിസ് ആണെങ്കിൽ അത് കഴിച്ചിട്ടും പോവേ. ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 മണി 9:30 ആകുമ്പത്തേനും പതുക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇന്നാണെങ്കിൽ ഞാൻ ഓട്സ് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഡാരിസിന് കാപ്പി മധുരം ഇടാതെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും മധുരം ഇടാതെ കുടിക്കാൻ ശ്രമിച്ചതാട്ടോ. ഒരു കോണം ഉണ്ടായിരുന്നില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. ഡാരിസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ഈ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നത് ഡാരിസ് പോകുന്നതാട്ടോ. കുറച്ച് നാൾ മുമ്പ് ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴേ നാട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാരിസിന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് എനിക്കിങ്ങനെ ചെടിച്ചട്ടിയിലായിട്ട് നട്ട് തന്നു വിട്ടോ കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിലും നന്നായിട്ട് പൂ കിട്ടും. അതുകൂടാണ്ട് കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ചെടികളൊക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ ഒന്ന് പോയി നോക്കി. ഞാൻ ചെടികളൊക്കെ നോക്കി വരുമ്പോഴത്തേനും കെവിൻ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കെവിനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കെവിന് വേണ്ടിയിട്ട് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ TV ഒക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുതിയൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തു. അതിനുശേഷം ഉച്ചത്തേക്കുള്ള ലഞ്ചിന്റെ പരിപാടി ആട്ടോ. ഇനി ഞങ്ങൾക്ക് ഇവിടെ 4 നേരം ചോറ് തന്നാലും സന്തോഷത്തോടെ കഴിക്കുന്ന ആൾക്കാരാട്ടോ. ഇവിടെ എല്ലാവർക്കും ചോറ് കഴിക്കാനാണ് ഇഷ്ടം. ചപ്പാത്തി ഒന്നും വലിയ താല്പര്യമില്ല. ചോറിനാണെങ്കിൽ ഒരു ചാറുകറി, തോരൻ, പിന്നെ അതിൻ്റെ കൂടെ പപ്പടമോ തൈരോ അച്ചാറോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിട്ടോ ഞങ്ങൾക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇന്നാണെങ്കിൽ കെവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാറും ഡാരിസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീരത്തോരനും ആട്ടോ ഉണ്ടാക്കുന്നത്. സത്യം പറയട്ടെ, ഞാനൊരു ഹലുവ കൊതിച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഹലുവ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ലുലുമാളി പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ ഈ 2 ഹലുവ. മധുരം ഒരുപാട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊതി തോന്നുമ്പം ഇടയിൽ കുറച്ച് എടുത്ത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർന്നതിന് ഈ 2 പാത്രം ഹലുവയും. ഇപ്പൊ പിന്നെ മധുരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. സാമ്പാറിലിടാൻ വേണ്ടി മസാല എടുക്കാൻ പോയപ്പോൾ കണ്ടതാണ്. അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഹലുവ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. സാമ്പാർ റെഡിയായി. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചാൽ മതി. പിന്നെ ചീര അരിഞ്ഞ് ചീര തോരൻ വെക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ വലിയ ഇഷ്ടമൊന്നുമില്ല. വലിയ ഗുണമുള്ള സാമ്പാറൊന്നും അല്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ എൻ്റെ മോന് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവന് എല്ലാ ദിവസവും സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവന് അത്രയും സന്തോഷമാണ്. ഞങ്ങൾ 3 പേർക്കും വേണ്ടി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ കഷ്ണം നന്നായിട്ട് വേവിക്കാറുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞു പോകുന്ന പോലെ വേവിക്കാറുണ്ട്. അങ്ങനെയെങ്കിലും കുറച്ച് പച്ചക്കറികൾ കെവിന്റെ ഉള്ളിൽ ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അല്ലാണ്ട് തോരനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉള്ളി പോത്തില്ലേ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സാമ്പാറും തോരനും ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് പപ്പടം കാച്ചാണ്. സാമ്പാറും പപ്പടവും നാരങ്ങച്ചാറും നല്ല അടിപൊളിയാട്ടോ. ഇത് 3 കൂട്ടി ചോറിനാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പപ്പടമൊക്കെ കാച്ചി അടുക്കള മുഴുവൻ വൃത്തിയാക്കുക കേട്ടോ. എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെയെല്ലാം തുടച്ചിട്ടു. അപ്പോഴത്തേക്കും മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അലക്കിയിട്ട് തുണി എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും ഡാരിസും വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കറികളൊക്കെ കൂട്ടി ചോറിനുമാണ്. കെവിന് ഞാൻ വാരി കൊടുക്കുക കേട്ടോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.